എന്നെ സ്റ്റക്കാക്കി ഹലോ കൊണ്ടുപോയി. ഞാനിതാ പോകുന്നേ. നാട്ടുകാരെ ഓടിവായോ. നാട്ടുകാരെ വിളിച്ചപ്പോ മമ്മി എന്തിനാ വന്നത്? ഇവിടെ ആരും വിളിക്കുന്ന പോലെ തോന്നി. അമ്മയ്ക്ക് സുഖല്ലേ? മമ്മിയല്ലേ ഡാഡിയാ. ഡാഡിക്ക് സുഖല്ലേ? ഞാൻ ദത്തെടുത്തോട്ടെ? അങ്ങനെ ദത്തെടുക്കാൻ പറ്റൂല. ഞാൻ ഇവിടെ നിന്റെ ദത്തെടുക്കും. വേണ്ട, എനിക്ക് അച്ഛനുണ്ട്. കുട്ടിയുടെ പേരെന്തോ? എന്റെ പേര് ദർശന. എവിടേക്ക് ലാസ്റ്റ് നെയിം ആയിട്ട് ആഡ് ചെയ്തോ? ദർശന ഡാഡി. അയ്യോ, എനിക്ക് ലാസ്റ്റ് നെയിം വേറെ ഉണ്ട്, ദർശന ലക്ഷ്മി. കുറെ കുട്ടികളുണ്ട്. ഞാൻ വരെ പോയി വിളിച്ചിട്ട് വരാം. അയ്യോ, അതെ, ഞാൻ പാവല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനൊന്നും ചെയ്യത്തില്ല, എന്നെ ഒന്നും ചെയ്യല്ലേ. നമ്മള് ഫ്രണ്ട്സ് അല്ലേ? നമ്മള് ഫ്രണ്ട്സ് ആണ്. അല്ല, എന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്റെ പരിപാടി വെക്കാൻ. പിരമണിലോ? അതിന് ഞാൻ മമ്മിയല്ല, മമ്മിമാരല്ലേ പിരമണി വെക്കുന്നേ. ഞാൻ ചത്തില്ലായിട്ട് ഒരാളെ ഞാൻ നോക്കി നടക്കുവായിരുന്നു. അടിച്ചു വരാനോ? എന്നെ കണ്ടിട്ടൊരു അടിച്ചു വരാൻ പോകുന്ന കൊച്ചിനെ പോലെ തോന്നുന്നുണ്ടോ? കണ്ടപ്പോ അങ്ങനെ തോന്നി. വെറുതെ വേണ്ട, കൂലി തരാം. പക്ഷെ പുറത്തു പോകാൻ പറ്റും. പുറത്തു പോകാൻ പറ്റത്തില്ലേ? അതിന്റെ ഉള്ളിൽ തന്നെ നടക്കണം. അത് പറ്റില്ല, എനിക്ക് ഫുഡൊക്കെ കഴിക്കണ്ടേ. ഫുഡൊക്കെ ഞാൻ തരും. അല്ല, എന്റെ അച്ഛൻ അന്വേഷിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. അച്ഛനെ നമുക്ക് ഉണ്ടോ? അച്ഛനതൊരു ബുദ്ധിമുട്ടാവില്ലേ? അച്ഛന് ഏലകൃഷിയൊക്കെ ഉണ്ട്. പാവം എൻ്റെ അച്ഛൻ. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ജീവിതമാണ്. എനിക്കാരും ഇല്ലടെ. ഞാനാണെങ്കിൽ പിന്നെ എനിക്കൊരു അച്ഛനുണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അല്ല, സത്യയുടെ അച്ഛനുണ്ട്, അതുണ്ട്, അതില്ലാത്തതല്ല, അതുണ്ട്. പക്ഷെ അച്ഛന് എന്നെ വേണ്ട. കണ്ടപ്പോഴേ തോന്നി ആർക്കും വേണ്ടാത്തതാണ്. അതല്ല ഞാനങ്ങ് എടുത്ത്. ആരും ചോദിച്ചു വിളിക്കൂലല്ലോ. ഈ പിരമിഡ് കാണിച്ചിരുവാണെങ്കിൽ ഞാൻ അവിടെ താമസിക്കാം. നമുക്ക് പോവാ. പോകാം, പക്ഷെ തിരിച്ചു വരാൻ പറ്റൂല. അത്രേ ഉള്ളൂ. അതെന്താ തിരിച്ചത്? എന്റെ പിരമിഡ് കണ്ട ആരും ഞാൻ പുറത്തോട്ട് പിന്നെ വിട്ടിട്ടില്ല. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിരമിഡ് കണ്ടാ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ. അല്ലേലും എനിക്കിപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. എനിക്ക് ഫ്രണ്ട്സും ഇല്ല, വീട്ടുകാരും ഇല്ല, നാട്ടുകാരും ഇല്ല, ആരും ഇല്ല. ജീവിതം തന്നെ അടുത്ത് ആത്മഹത്യ ചെയ്യാൻ നിൽക്കല്. എനിക്ക് പിന്നെ തിരിച്ചു വന്നാലെന്ത്, വന്നില്ലേലെന്ത്. അയ്യോ, ഇങ്ങനെ പേടിക്കലടാ. വരാൻ പറ്റൂലെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ എന്ത്? അല്ല, കുഴപ്പമില്ല, ഞാൻ പോരുവാ. കൊണ്ടുപോ. ഇതേതാ സ്ഥലം? ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ആരും കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ്. വീട് ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല ഇവിടെ. ഇല്ലല്ലേ? എനിക്ക് പേടിയൊന്നും ഇല്ല. ഡാഡിക്ക് പേടിയുണ്ടോ? എനിക്കങ്ങനെ പേടിക്കാനായിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ ഓൾറെഡി ചത്തല്ലേ. ഇതാണല്ലേ ചന്ദനക്കാടെന്ന്? ആ കാടോ? അതെ അതെ. ഇവിടെ പണ്ട് ഒരു വലിയൊരു കൊള്ളക്കാരനുണ്ടായിരുന്നു. പുഷ്പ എന്ന് പറയുന്ന പേര്. പുഷ്പ. പക്ഷെ എനിക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. ഇല്ല, ഞാൻ തിരിച്ചു എങ്ങനെ പോകും? തിരിച്ചു നീ പോകുന്നില്ലല്ലോ, ഇവിടെ അല്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അല്ല, എനിക്കെന്റെ ഫ്രണ്ട്സിനെ കാണണം. അവർക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവരെ വേണല്ലോ. പിന്നെ പിരമിഡിലോട്ട് പോവാന്ന് പറഞ്ഞ്. അല്ല, പിരമിഡിൽ പോയിട്ട് തിരിച്ച്. പിരമിഡിൽ പോയിട്ട് തിരിച്ചു പോകാൻ പറ്റൂല. അല്ല, അപ്പൊ ഞാനവിടെ ഒറ്റയ്ക്കാവൂല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് വല്ല തിന്നാനും കുടിക്കാനും ഒക്കെ തരാം. അയ്യോ, എനിക്കല്ലേ ആരോടെങ്കിലും മിണ്ടിയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. എനിക്ക് ആരോടെങ്കിലൊക്കെ സംസാരിക്കണം. അതെന്റെ ചിലന്തിക്കുട്ടനുണ്ടല്ലോ ഇവിടെ. ചിലന്തിക്കുട്ടനെവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പണ്ട് വലിയൊരു രാജാവായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞ ഒരു 3225 വർഷം മുന്നേ. എന്നിട്ട് അവനിക്കൊരു വലിയ കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നു. കാരണം സഹിക്കാൻ വയ്യാതെ ജനങ്ങൾ നാട് വിട്ടോടിയല്ലേ. എന്നെ വിഷം ചേർത്ത് കൊന്ന് പിരമിഡിൽ കൊണ്ട് വെച്ചതാ. അതേതായാലും നന്നായി. ധൈര്യമുള്ള കുട്ടിയാ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും കേട്ടാൽ ഞാൻ പേടിക്കത്തൊന്നുമില്ല. പേടിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. അയ്യോ അയ്യോ, ഞാൻ ചുമ്മാ നിർത്തമായിട്ടോ പോവല്ലേ. ഹലോ. ഞാൻ ചുമ്മാ ഇരുട്ട് പോയല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്ക് പേടി. അല്ല അല്ല, എനിക്ക് പേടി. ഞാൻ ഇവിടെ വിട്ടിട്ടങ്ങ് പോവാം. അത് വേണോ? വല്ല ആനയോ പുലിയോ സിംഹമോ ഒക്കെ വന്ന് എന്നെ കൊണ്ടുപോയാൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഞാനും വരുന്നുണ്ട്. അയ്യോ, അല്ല, ഇവിടെ ഇറങ്ങിക്ക് വേണമെങ്കിൽ വരുന്നില്ലെങ്കിൽ. അല്ല, ഇനിയിപ്പോ രാത്രിയായില്ലേ? രാത്രി പിരമിഡിൽ കിടന്ന് ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ എണീച്ചു വെക്കോളാം. ഞാനൊരു സത്യം പറയട്ടെ. പിരമിഡില്ലെന്നല്ലേ എനിക്ക് പണ്ടേ അറിയായിരുന്നു. എനിക്കും വഴി തെറ്റിപ്പോയി. ഞാനതാ കുറെ നേരമായിട്ട് കിടന്ന് വട്ടം കിടക്കണം.
കുരങ്ങ് പോകുന്നല്ലേ മരത്തിന്റെ മേലെ കൂടെ ചാടി ചാടി പോകാനുള്ള കഴിവുണ്ടോ? ഉണ്ട്, കാണിച്ചു തരട്ടെ. ആ എന്നെ കുരങ്ങാക്കോ. ചോദിക്കണ്ടായിരുന്നു. തോളിലേക്ക് ഇറക്കിയ ഓ ഇത് ഭയങ്കര കഴിവാണ്. ഇതൊരു വല്ലാത്ത കഴിവാണ്. ചാടിച്ചാടിപ്പോ പിരമിഡ് ഇല്ല, നമുക്ക് ഇവിടെ താമസിച്ചാലോ? ഈ പിരമിഡ് കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ഞാൻ താമസിക്കില്ല. പിരമിഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ ഈ മുറിയാണ് എടുത്തോ. എൻ്റെ ഇത് ഒരു കട്ടില് പോലും ഇല്ലാത്ത മുറിയില് ഇത്രയും ദാരിദ്ര്യോ? എനിക്ക് ഫുഡ് വേണം. എന്തൊക്കെ കിട്ടിയാലും എനിക്ക് ഫുഡ് വേണം. എനിക്ക് രാവിലെ ചിക്കൻ, ഉച്ചയ്ക്ക് മട്ടൻ, വൈകുന്നേരം ബിരിയാണി. അതൊന്നും പറ്റൂല. അതെന്ത്? അതിന്റെ ചിലന്തിക്ക് കൊടുക്കുന്ന ചില സാധനങ്ങളുണ്ട്. അതെന്തോ? പാറ്റ. ഇതൊന്നും തിന്ന് എനിക്ക് ജീവിക്കാൻ പറ്റൂല. ലക്ഷറി ഫുഡൊന്നും കിട്ടത്തില്ല, ഷെഫ് ഒന്നും ഇല്ലല്ലോ. ഓ ഞാൻ കുക്ക് ചെയ്യും. അപ്പൊ നമുക്ക് പാറ്റ കറി വെക്കാം. ഞാൻ പറയാം, എനിക്ക് കുറച്ച് ചിക്കൻ വാങ്ങി തന്നെ ഞാൻ ചിക്കൻ കറി വെക്കാം. പറക്കുന്ന ചിക്കനായ കുഴപ്പം. അതെ, ഡാഡി ഒറ്റയ്ക്കൊക്കെ കഴിച്ചാണ്ടാ മതി. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല, ഞാൻ പോണു. അല്ല പിരമിഡ് കാണിച്ചു തന്നില്ലല്ലോ. പിരമിഡ് കാണിച്ചു തരാൻ വഴി എനിക്ക് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞ. ഉടായിപ്പല്ലേ? ഉടായിപ്പിന് കയ്യും കാലും വെച്ചിട്ട് എന്നിട്ട് ഡാഡിന്ന് പേരുവിട്ട് ഇറങ്ങിയേക്കുക. നിന്നെയൊക്കെ വിശ്വസിച്ചാണല്ലോ ദൈവമേ ഞാൻ വന്നത്. അല്ലേലും ഇങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ആരെ വിശ്വസിച്ചാലും അവസാനം ഞാൻ നടുത്തിരി നിൽക്കും. ഒറ്റയ്ക്ക് പോകണ്ട, അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തോ പ്രശ്നം? അവിടെ ഒരു വടയക്ഷിയുണ്ട്. യക്ഷി? മനുഷ്യനെ കണ്ടിട്ട് എനിക്ക് പേടിയില്ല, പിന്നെയില്ലേ യക്ഷി? അത് എനിക്കും ആ യക്ഷിനെ പേടിയാ. അത് പിടിച്ച് കടിക്കുന്ന ഒരു സാധനം. ഓ എനിക്ക് കടിച്ചോട്ടെ, എനിക്ക് ഒരുത്തനെയും പേടിയില്ല, ഒരുത്തിനെയും പേടിയില്ല. ആ എന്നാ തന്നെ വെക്കോ. അങ്ങനെ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അയ്യേ പേടിയാന്ന് പറഞ്ഞാണോ ഞാൻ പോടും. ഓക്കേ, ഇത്രയും ധൈര്യം ഇല്ലാത്തതിൻ്റെയും കൂടെയാണല്ലോ ഞാൻ വന്നത്. ശരിക്കാരെയും പേടിയില്ല. പോയോ? പേടിയില്ലെന്ന് പറയുകയും ചെയ്തു. യക്ഷിയാണ് പോലെ യക്ഷി. യക്ഷിയാണെങ്കിൽ എനിക്കെന്ത്? പിടിച്ച് കടിച്ച് തിന്നത്തൊന്നും ഇല്ലല്ലോ. കൂടിപ്പോയ ഇച്ചിരി രക്തം കുടിക്കും, കുടിച്ചിട്ടങ്ങ് പോട്ടെന്ന് വെക്കണം. യക്ഷിയാണ് പോലെ യക്ഷി. മരത്തിന് മുകളിൽ വല്ല തൂങ്ങിയാടി നിൽപ്പുണ്ടോ? ഇല്ല, വെറുതെ പറയുന്നതാ. മിണ്ടാതെ പോവാം. നമ്മളെന്തിനാ അതിനെ ശല്യപ്പെടുത്തുന്നത്? അതവിടെ നിന്നോട്ടെ അല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല, നമുക്ക് കഴിഞ്ഞു പോവാലോ. നമ്മളെന്തിനാ വെറുതെ അതിനെ ശല്യം ചെയ്യുന്നത്? ശല്യം ചെയ്താലല്ലേ കുഴപ്പമുള്ളൂ, അല്ലേലും എന്ത് കുഴപ്പം? അപ്പോഴേ പറഞ്ഞ ലക്ഷ്മി ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ജീവനുള്ള മനുഷ്യനെ മാത്രം പേടിച്ചാൽ മതി. എന്റെ അടുത്ത ആ കളി. എനിക്ക് രക്ഷനെ പേടിയില്ല. രക്ഷയാണ് പുലക്ഷി മണ്ടി. ഓ ഇത്രയും വലിയ ഇതൊക്കെ വെട്ടി വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുന്നു. ഇതിവിടെ വന്നു ഡബിളാ. ഇങ്ങോട്ടാണല്ലോ വരുന്നത്. നമുക്ക് ഇതിലേ ഓടിക്കളയാ. ഓടിച്ചേ ഓടിക്കോ രമണ, എനിക്ക് ദേശത്തെ വഴിയറിയില്ലടാ. ഓടിക്കോ. ഡാഡി എന്നെ പറ്റിച്ച്. ഡാഡി ഡാഡി പോലെ ഡാഡി താഴുവാ. അയ്യേ ഞാൻ പറഞ്ഞു പോടി ഇറങ്ങി, ഇതെന്റെ കാടാന്ന് പറഞ്ഞു. അവളപ്പോഴേ പോയി. ഞാൻ പറഞ്ഞേ എനിക്കൊരു ഒരുത്തിനെ പേടിയില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഡാഡി റോഡിലൊക്കെ എന്തോ വെള്ളമൊക്കെ കിടക്കണുണ്ട്, മുള്ളി വെച്ച പോലെയൊക്കെ. എന്ത് ചെയ്യാൻ, ഇതിലൊരു പട്ടി ഓടിപ്പോകുന്നതായിട്ടായിരുന്നു.
ആ ചിലപ്പോ അതായിരിക്കും. ഡാഡിക്ക് പേടിയൊന്നും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ നടന്നോ, നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. എനിക്ക് പേടിയില്ല. എനിക്ക് അത്രയും കൂടെ പേടിയില്ല. അല്ല, നമുക്ക് ഒന്നിച്ചു പോവാ. 2 hours later. അതെ പിരമിഡേ ആ. ചെറുതായിട്ട് വൈറ്റ് വാഷ് ചെയ്യാൻ കൊടുത്തേക്കുക. എനിക്ക് തോന്നി അപ്പഴേ ഉടായിപ്പോ അത്. പിച്ചക്കാരൻ വന്നിട്ട് പറയാം മമ്മിയാണ് ഡാഡിയാണ് പിരമിഡുണ്ട്, സ്വന്തമായിട്ട് പിരമിഡുണ്ട്. എന്താ തള്ളായിരുന്നു. ഹലോ 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 കേക്കുന്നോ? എടി ഞാൻ എവിടെയാന്ന് എനിക്ക് അറിയത്തില്ലടി. എന്നെ ഡാഡി എനിക്ക് അറിഞ്ഞൂടെ? ഡാഡി ആരുടെ ഡാഡി? എന്റെ ഡാഡിയാന്നാ പറഞ്ഞു. നിനക്ക് ഡാഡി ഉണ്ടോ? എന്റെ കണ്ണി കണ്ടാണ്ടല്ലോ തല്ലിക്കൊല്ലു ഞാൻ. അപ്പൊ ഞാൻ എന്തിനാ വന്നത്? ഞാൻ പോണ്. ഞാൻ നിന്നെ മിസ് ചെയ്തിട്ടാണ് വന്നത്. നിനക്ക് എന്റെ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അറിയത്തില്ല. അവരെയൊക്കെ നീ ഡാഡി എന്ന് വിളിക്കുന്നത് എന്തിനാ? ഇപ്പൊ നീ വന്നാലും നീയും അവരെ ഡാഡി എന്ന് വിളിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ വിളിക്കത്തില്ല. ഞാൻ എന്റെ പൂക്കിയാണെന്നെ മാത്രം ഡാഡി എന്ന് വിളിക്കത്തുള്ളൂ. സ്പീക്കറിടാ എന്നെ തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നീ. ഹലോ 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 ആരാ ഇത്? ഞാൻ ഡാഡി. ആരാ ഡാഡി? എന്റെ പേരാണ് ഡാഡി. എങ്ങനെയൊക്കെ ഡാഡി ഗിരിജയാണോ? അല്ല വെറും ഡാഡി. വെറും ഡാഡി എന്നൊക്കെ പേരിട്ടിട്ട് വന്നാൽ എങ്ങനെ വിളിക്കും? എനിക്ക് ഒറിജിനലായിട്ട് ഒരു ഡാഡി ഉണ്ട്. അവളെ പോലല്ല ഞാൻ. അവള് വിളിക്കും, ഞാൻ വിളിക്കൂല. പിന്നെ നിങ്ങൾ എന്നെ എന്ത് വിളിക്കും? ഇപ്പൊ തൽക്കാലം എന്ത് വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? ഡാഡി മോനെ. അമ്മ ഡാഡി മോനെ. അയ്യോ അത് പറ്റില്ലല്ലോ. അയ്യോ ഡാഡി മോനെ അല്ല അച്ഛനും അമ്മയൊക്കെ എന്താ വിളിക്കുന്നത്? അമ്മയോ അങ്ങനെയാണോ വിളിക്കുന്നത് ഡാഡി മോനെന്ന്? അയ്യോ അമ്മേനെ ഡാഡിന്ന് വിളിക്കാൻ. തന്ത മോനെയോ? അയ്യോ പ്രശ്നമാണല്ലോ. ചേട്ടൻ എവിടെയാ? അവളെ കൊണ്ടുപോയെന്ന് കേട്ടല്ലോ. എന്തിനാ കൊണ്ടുപോയത് അല്ലേ? കൊണ്ടുപോയിക്കൂടായിരുന്നോ? ഞാൻ തട്ടിക്കൊണ്ട് വന്നതാ. ഇവിടെ ഞാനല്ലാതെ ആരും വിളിക്കാൻ പോണില്ല, ആരും അന്വേഷിക്കാൻ പോണില്ല, 5 പൈസ കിട്ടാൻ പോണില്ല. എനിക്ക് വേണ്ടത്. അപ്പൊ പിന്നെ എന്ത് ഉപയോഗം തട്ടിക്കൊണ്ടുപോയിട്ട്? ഞാൻ ചോദിക്കും, അവളെ കൊണ്ടുപോയാൽ ഞാൻ ചോദിക്കുമല്ലോ. എന്നാ നീ ഇവിടെ ഇങ്ങ് പോരെ. അയ്യേ രാത്രിക്കാരി നീ സ്നൈപ്പ് വിളിച്ചാലേ പോകത്തുള്ളൂ. നീ ഉദ്ദേശിക്കണ കാര്യത്തിനല്ല. പിന്നെ എന്റെ വീട്ടിൽ പിന്നെ ആരും അടിച്ചു വരാൻ നിർത്താനോ? ശമ്പളം എത്ര കിട്ടും? ശമ്പളം ഒന്നുമില്ല. അപ്പൊ ഇത് മറ്റേ ഇതല്ലേ അടിമപ്പണിക്ക് ആളെ കൊണ്ടുപോകുന്നല്ലേ? അത് തന്നെ കറക്റ്റ്. എന്റെ ഡാഡി എന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഡാഡിയോട് പറഞ്ഞാൽ മതി, വേറൊരു ഡാഡിയാ കൊണ്ടുവന്നു. സ്ഥലം ഒന്ന് ലൊക്കേഷൻ അയച്ചു തരുമോ? അയച്ചു കൊടുക്കൂ കുട്ടി. ഡാഡി ഞാൻ എന്താ പറഞ്ഞ ഞാൻ ഡാഡിയോട് കൂടെ അങ്ങ് പോരാ. എന്നെ പെരുമടി കൊണ്ടുവെക്കും. പ്രത്യേകിച്ച് എന്നെ ഇനി ആർക്കും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ കൂടെ ആരും വരത്തില്ല. ഞാൻ തട്ടിക്കൊണ്ട് പോയിട്ട് ഭീഷണിപ്പെടുത്തി താമസിപ്പിക്കും എന്റെ വീട്ടില്. എന്തിന്? ദർശനം ഉദ്ദേശിച്ച പോലത്തെ ആവശ്യമല്ല. ഞാൻ മമ്മിയല്ലേ, എനിക്ക് അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ തുണി അഴിച്ചു കഴിഞ്ഞാല് മൊത്തം പൊള്ളയാ. കൂടല്ലേ? ആ ദർശനക്ക് വിഷമമാണെങ്കിൽ ഞാൻ ദർശനക്ക് ഒരു ജീവിതം തരാം. എന്തിന്? എനിക്ക് 3000 വർഷം പഴക്കമുള്ളതിനൊന്നും എനിക്ക് വേണ്ട. പിന്നെ ഡാഡി ചത്തുപോയതല്ലേ, ഞാൻ ജീവനുള്ളതല്ലേ. നമുക്കല്ല. ഓഹോ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് കൊല്ലാൻ പറ്റുമോ? അതിന് എനിക്ക് സ്നേഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു ജീവിതം തരാന്നല്ലേ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞു? ജീവിതം കൊടുക്കാന്ന് പറഞ്ഞ ആളെ കൊല്ലാൻ തോന്നുന്നു? എനിക്കാണെങ്കിൽ തോന്നത്തില്ല. അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലല്ലോ, ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല കേട്ടാ. ഡാഡിയെങ്കിലും എന്റെ കൂടെ ഉണ്ടാവുന്ന വിചാരിച്ചു. ഡാഡിക്ക് എന്നെ വേണ്ട. കൂടെ ഇരിക്കുവല്ലേ. ഞാൻ ആ നീലിന്റെ കടി കൊണ്ട് നീലി എന്റെ ബ്ലഡ് കുടിച്ചോട്ടെ. ഞാൻ പോവാ, നീലിന്റെ അടുത്ത് പോവാ. അയ്യോ ഡാഡി വരുന്നില്ലേ? ഞാനകത്ത് തന്നെ ഒറ്റയ്ക്ക് വിടുന്നു. നാശത്തിലേക്കാ നിന്റെ പോക്കെന്ന് പറയാം. അത് കുഴപ്പമില്ല, നാശത്തിലോട്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കാട്ടില് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്, കൂടിയനൊക്കെ ഉണ്ട്. എന്നാ എന്നെ ഒന്ന് കൊന്നു തരാൻ പറയാം അവരോട്. എന്ത് പറ്റി? എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം. എന്നെ അന്വേഷിച്ച് തരാൻ പോലും ഒരു മനുഷ്യരില്ല. ആർക്ക് വേണ്ടാത്തവരെ ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് കൊണ്ടുപോയില്ലല്ലോ, പിരമിഡ് കാണിച്ചു തരാന്ന് പറഞ്ഞ് പറ്റിച്ച്. കള്ളൻ, ഞാൻ കൊണ്ടുവന്നല്ലേ. കള്ളൻ, കാട്ടുകള്ളൻ. അയ്യോ ഡാഡി, താഴെ നോക്ക്, ഇവിടെ ഞാൻ താഴെ. ഡാഡി താഴെ, ഞാൻ ഡാഡി ചവിട്ടല്ലേ, ഡാഡി ചവിട്ടല്ലേ. അത് ചിലപ്പോ ചാത്തന്റെ കളിയായിരിക്കും. ചാത്തൻ ഇങ്ങനെ ചെറിയ പ്രാങ്കുകളൊക്കെ കാണിക്കുക. ഡാഡി ഞാനും വരട്ടെ ഡാഡി? ഡാഡിയുടെ കൈ നീട്ടി, ഞാൻ കൈ കയറിയിരുന്നോളാം. എന്നെ കൊണ്ട് പൊക്കോ, ഞാൻ ആ പിരമിഡ് താമസിച്ചോളാം. ഇനി തിരിച്ചു പോണെന്നേ ഞാൻ പറയത്തില്ല. ആ ചാത്തനെ ഇങ്ങോട്ട് വിളിച്ചേ, കുറെ നേരമായല്ലോ അവൻ അവിടെ കിടന്ന് വിളയാടുന്ന്. ഇങ്ങോട്ട് വരാൻ പറ. അവനെങ്ങനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ.
മൂക്കടിച്ച് വരത്തി ഇഞ്ച പരുവാക്കുക ഞാൻ വിളിക്കവനെ. ചാത്തനെ വെറുതെ ചലഞ്ച് ചെയ്യണ്ട, ചുറ്റിനും നോക്കി ഇവിടെ എവിടെയെങ്കിലും നിപ്പുണ്ടായിരിക്കും. ഞാനൊന്നുമല്ല, അതെ ഈ ഡാഡിയാ, ഞാനല്ല ഡാഡിയാ. എനിക്ക് പേടിയൊന്നുമില്ല. അല്ല പടച്ചോനെ കാത്തോണെ. എന്ത് പറ്റി? ഓ ഞാനൊന്ന് പറക്കാൻ പോയത്, എനിക്കൊന്ന് പറക്കണം തോന്നിയപ്പോ പറക്കണം. അല്ല അമ്മ പറഞ്ഞിട്ടല്ല, അതുകൊണ്ട് പറക്കാൻ പോയതാ. ചാത്തന്റെ കളികളാണേ. ചാത്തനൊന്നും ചാരിയാന്ന് പറയണ്ടേ. ഓ എനിക്കത് ചാത്തനെ പേടിയില്ലേ? അയ്യോ പേടിക്കണ്ട, ഒന്നും പറ്റില്ല, ഒന്നും പറ്റിയിട്ടില്ല. അതെ ആ ചാത്തനെ എൻ്റെ കൈ കിട്ടിയുണ്ടല്ലോ, അടിച്ച് തലമണ്ട വിളിക്കുന്നു പറഞ്ഞിട്ട്. ഡാഡിക്ക് എന്താ ഇവരെയൊന്നും പേടിയില്ലാത്ത? ചത്തു പോയതുകൊണ്ടാ? എനിക്ക് ആ നീലിയെ മാത്രമേ പേടിയുള്ളൂ. അവള് കുറച്ച് ഡേഞ്ചറാ. എന്നിട്ടാ നീലിനെ എനിക്ക് പേടിയില്ലല്ലോ. ഞാൻ നല്ല പുഷ്പം പോലെയല്ലേ നീലിന്റെ മുമ്പിൽ കൂടെ നടന്നു പോയത്. Flashback. ഓടിക്കോ രമണ, എനിക്ക് ഈ ദേശത്തെ വഴിയറിയില്ലടാ. ഈ നമ്മൾ ഈ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ കണ്ട് നമ്മൾ പേടിക്കുമ്പോഴാണ് അവർ നമ്മളെ പിന്നെയും പിന്നെയും പേടിപ്പിക്കുന്നത്. നമുക്ക് പേടിയില്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നീട്ടി നിവർന്ന് അങ്ങോട്ടങ്ങ് നടക്കണം. ഡാഡി ഈ കാട്ടില് ഇതെന്തോന്നു? ഡാഡി ഡാഡി കൊള്ളോ, ഡാഡി ഇട്ടിട്ട് പോയി. അതെ ആ ഡാഡി പുറകെ അവിടെ എവിടെയോ ഉണ്ട്, അതിനെ പിടിച്ചു. അതൊക്കെ കിട്ടുന്നില്ലല്ലോ. അതെ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ച്. ഇനി എന്നെ ഒന്നും ചെയ്തൂടാ, ഞാൻ വേണമെങ്കിൽ കാലടിക്കാം. ആ ഡാഡി കാണണ്ട, ഡാഡിയുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ പൊക്കി പറഞ്ഞ് വെച്ചേക്കുക. കാലടിക്കേണ്ടി വന്നില്ല, പോയി. ഡാഡി ഇരുന്നിട്ട് മോതിരം കാണുവേന്ന് പറയാം. അയ്യോ കിട്ടി കിട്ടി കിട്ടി. അയ്യോ ആ ഡാഡി ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ തന്ന മോതിരം ഇവിടെ താഴെ പോയി, കിട്ടിയില്ല, തപ്പായിരുന്നു. ആണോ? ഡാഡിക്ക് പേടിയൊന്നും ഇല്ലല്ലോ? അത്ര ശരിയല്ല, ഞാനപ്പോ അവിടെ പമ്മിയിരിക്കായിരുന്നു. ആണല്ലേ? അവരാരും വരത്തില്ലെന്നാ തോന്നുന്നു. എനിക്കറിയാവുന്ന ഒരു കൊട്ടേഷൻ ടീമുണ്ട്, അവരെ വിളിച്ചു പറയാം. അതിലും തന്നെ ഡാഡിനെ ഏറ്റെടുക്കുന്നല്ലേ നല്ലത്. എനിക്കിപ്പോ ഇതൊരു ബാധ്യതയായ പോലെയാണ്. കൂട്ടുകാരും ബാധ്യതയാന്ന് പറഞ്ഞ് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഡാഡിയും ബാധ്യതയാന്ന് പറഞ്ഞ് എനിക്ക് ചത്താ മതി. ഒരു പ്രയോജനം ഇല്ല. ഞാൻ കൊടുക്കുന്ന ഫുഡൊന്നും കഴിക്കത്തും ഇല്ല. എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റുമോ അതും ഇല്ല, പറയുന്നതും കേൾക്കൂല. അല്ല കൊണ്ട് നടക്കുന്നോണ്ട് ഒരു പ്രയോജനം ഇല്ല. വെറുതെ ഞാനിങ്ങനെ സമയം വേസ്റ്റ് ആക്കാണ്. കൊള്ളാന്ന് പറഞ്ഞതിനെ പോയി ഞാൻ ഈ സമയം കൊണ്ട് വേറെ തട്ടിക്കൊണ്ട് വന്നേനെ. അതെന്ത് വർത്താനം പറഞ്ഞേ? ഡാഡി കളയണ്ട, ഞാൻ പോയി ചത്തോളാം. എൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം ഡാഡിയാന്ന് ഞാൻ എഴുതി വെച്ചിട്ട് പോവുക. എൻ്റെ മരണം ലൈവായിട്ട് കാണാൻ റെഡി ആയിട്ട് ഡാഡി ഇരുന്നു. ഡാഡി എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഓഹോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? എന്നാലും കുഴപ്പമില്ല, പരിപാടി കടന്ന്. എന്നെ പോലെ വെള്ള തുണിയാണോ അത് മഞ്ഞ കളറിലെ തുണിയാണോ? മഞ്ഞ മതി. ഞാൻ വേണേ എന്റെ യഥാർത്ഥ രൂപം കാണിക്കാം മരിക്കുന്നതിന്. അയ്യോ ഓ ഇത്രയൊക്കെയുള്ളല്ലേ മനുഷ്യന്റെ കാര്യം. എന്നിട്ടാണ് ഉള്ള കാലത്ത് എല്ലാവരും വാശി ദേഷ്യമൊക്കെ പിടിച്ച് നടക്കുന്നത്. ഡാഡി ഞാൻ പറയുന്നത് ഡാഡി ശ്രദ്ധിച്ച് കേൾക്കണം. കുറേ ഫ്രണ്ട്സും കുറേ ബ്രദേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരോടും പറയണം, ഞാൻ അവരെല്ലാവരും ഒരുപാട് സ്നേഹിച്ചിരുന്നു. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ അല്ല ഹൃദയത്തിന്റെ വിങ്ങലാണെന്ന് പറയും. ക്രിഞ്ച് സ്നേഹം പലപ്പോഴും ക്രിഞ്ചാണ്. ഡാഡി അപ്പുക്കുട്ടനോടും പറയണം, ഞാൻ അവനെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ എന്നെ തുപ്പില്ലേ അവനെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നത്. അവനോട് പറയണം, എൻ്റെ സ്നേഹം എപ്പോഴും അവൻ തിരിച്ചറിയണം എന്ന് അവനോട് പറയണം. ഡാഡി ഞാൻ പോയിട്ട് വരാം.